അതുകൊണ്ട് അധ്യാപകർ ആ അർത്ഥത്തിൽ പ്രബുദ്ധരാണ് എന്നുള്ള അർത്ഥത്തിൽ വൃദ്ധരാണ് എന്ന് പറഞ്ഞാൽ തെറ്റില്ല. പക്ഷേ വിശ്രമ ജീവിതം നയിക്കാനുള്ളതാണ് നിങ്ങളുടെ ഈ ജീവിതത്തിൻ്റെ സായാഹ്നകാലം എന്നുള്ള അഭിപ്രായത്തിനോട് എനിക്ക് യോജിക്കുന്നു. പ്രത്യേകിച്ച് അധ്യാപകരുടെ ഒരു സംഘടനയ്ക്ക്, റിട്ടയർ ചെയ്ത അധ്യാപകരുടെ സംഘടനയ്ക്ക് വിശ്രമിക്കാൻ സാധിക്കാത്ത ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കുവാൻ നിങ്ങളുടെ മുമ്പാകെ ഒരു വലിയ അജണ്ടയുണ്ട്. ആ അജണ്ട കണ്ടില്ല എന്ന് നടിച്ച് ഞാനിപ്പോൾ വിശ്രമ ജീവിതം നയിക്കുകയാണ് എന്ന് പറയുന്നത് ജീവിതത്തിലെ ഏത് കാലഘട്ടത്തിലും നമ്മളെ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചു കൊടുക്കുന്നതിന് തുല്യമായിരിക്കും എന്നുകൂടി ഞാൻ നമുക്ക് രാവിലെ 10 മണിക്ക് പോയി വൈകിട്ട് 5 മണി വരെ നിങ്ങൾ ജോലിയൊന്നും ചെയ്യണം, നമ്മളാരും ജോലി ചെയ്യുന്നു. പക്ഷേ നമുക്ക് ചില ബൗദ്ധികമായിട്ടുള്ള ഉത്തരവാദിത്വമുണ്ട്. പിന്നിട്ട ഒരു കാലഘട്ടത്തിൻ്റെ വിദ്യാഭ്യാസ മൂല്യങ്ങളുമായി സമരസപ്പെട്ട് ജീവിച്ച വ്യക്തികൾ എന്നുള്ള നിലയ്ക്ക് ഇന്ന് വിദ്യാഭ്യാസ മേഖലയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അധഃപതനങ്ങൾ കണ്ടില്ല എന്ന് നടിക്കാനോ പ്രതികരിക്കാതിരിക്കാനോ സാധ്യമല്ല. ഇത് വാർത്ത അധ്യാപകനെ വിദ്യാർത്ഥി പ്രിൻസിപ്പലിന്റെ മുമ്പിൽ വെച്ച് തല്ലി കൊന്നൂന്ന് അറിഞ്ഞൂടെ, തല്ലി കൊന്നിട്ടില്ല, ഉടനെ മുന്നിൽ അധ്യാപകനെ വിദ്യാർത്ഥി ദിശയിലേക്ക് സമൂഹം സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളെപ്പോലുള്ള അധ്യാപകർക്ക് ഇത്തരത്തിലുള്ള വാർത്തകൾ കണ്ടിട്ടോ ഇത്തരത്തിലുള്ള പെരുമാറ്റ വൈകല്യം കണ്ടിട്ടോ എങ്ങനെ ഉണ്ടാതിരിക്കാൻ സാധിക്കും? അവസാന ശ്വാസം വരെയും ഇത്തരത്തിലുള്ള വൈകല്യങ്ങൾക്കെതിരെ പ്രതികരിക്കുവാൻ നിർദ്ദേശിച്ചപ്പോൾ സത്യാഗ്രഹത്തിലൂടെ ഇപ്പോൾ സ്വാതന്ത്ര്യം നേടിക്കളയാമെന്ന് അദ്ദേഹവും വിചാരിച്ചില്ല. പക്ഷേ അധർമ്മത്തിനെ എതിർക്കുക എന്നുള്ളതാണ് ശരി. വ്യക്തിയായാലും ശരി, പ്രതികരിക്കുവാൻ നമുക്ക് അവകാശം. നമ്മളുടെ വ്യക്തിത്വത്തിന് വിരുദ്ധമായിട്ടുള്ള ഒരു പ്രവണതയോടും സന്ധി ചെയ്യാനോ മറ്റെന്തെങ്കിലുമൊക്കെ പരിഗണനകളുടെ ഫലമായി നിശബ്ദനായിരിക്കാനോ നമുക്ക് അർഹതയില്ല എന്ന് അധ്യാപകരെ ഞാൻ ഓർമ്മിപ്പിക്കേണ്ട കാര്യമില്ല. എങ്കിലും ഞാൻ ഈ ഒരു സന്ദർഭത്തിൽ പറയുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ ഒരു വർഷത്തെ പരിപാടികൾ ഒന്നുകൂടി വിദ്യാഭ്യാസ മേഖലയിൽ വളരെ വലിയ മാറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഫലമായി ഇന്ത്യയുടെ വിദ്യാഭ്യാസ ജഡ്ജ്മെന്റ് നടക്കുന്നില്ല. എനിക്ക് ജഡ്ജ്മെന്റ് ഉണ്ട് എങ്കിൽ ഞാനത് ഇവിടെ പറയുന്നത്. പക്ഷേ ഈ പുതിയ നയം നടപ്പിലായി കഴിയുമ്പോൾ സർവകലാശാലകളുടെ അഫിലിയേറ്റ് ചെയ്യാനുള്ള അധികാരം 2035-30 കൂടി ഇല്ലാതാവും എന്നാണ് ഈ നയം പറയുന്നത്. അത് നല്ലതോ ചീത്തയോ നമ്മുടെ സമൂഹത്തിൽ ചർച്ച വേണ്ടേ? നിർഭാഗ്യവശാൽ ഒരു ചർച്ചയിലാണെന്നോ അല്ലെങ്കിൽ ഈ നയത്തിലെ ഇന്ന പ്രൊവിഷൻ ഇന്ന ദോഷങ്ങൾ ഉണ്ടാകുമെന്നും സമൂഹത്തെ ജാഗ്രതപ്പെടുത്താനുള്ള ഉത്തരവാദിത്തം അധ്യാപകർക്കെല്ലാവരും ആർക്കാണ്? ഞങ്ങൾ ദേശീയ വിദ്യാഭ്യാസ നയത്തെപ്പറ്റി ചിന്തിക്കും. 2-3 ദിവസം ചർച്ച നടക്കും. അതുകൊണ്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമെന്ന് ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നില്ല. പക്ഷെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും എല്ലാം കേൾക്കും, ബന്ധപ്പെട്ടവർ കേൾക്കും. ദോഷമൊന്നും വരാത്ത മതമാണ് ഉപയോഗിക്കുന്നത്. ചില പ്രശ്നങ്ങളുണ്ട്. ഞാൻ 10-15 തവണ വായിച്ചതാണ് ദേശീയ വിദ്യാഭ്യാസ നയം. അത് ഇതുവരെ നമ്മൾ നേടിയ നേട്ടങ്ങളിൽ നിന്ന് ഈ ഭാരതത്തിന് മുമ്പോകുമോ അതോ മറ്റൊരു ദിശയിലേക്ക് ഇത് വഴിമാറ്റപ്പെടുമോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എല്ലാ വിദ്യാർത്ഥികൾക്കും അവകാശപ്പെട്ടതാണ് വിദ്യാഭ്യാസം. കൊണ്ട് തന്നെ ആ മേഖലയിൽ സംഭവിക്കുന്ന ഏതൊരു കാര്യവും ഇപ്പോഴും ജാഗ്രതയോടുകൂടി നോക്കിക്കൊണ്ടിരിക്കുന്നതാണ്. ഞാനിപ്പോൾ വിദ്യാഭ്യാസ സെക്രട്ടറി ഒന്നും ആവാൻ പോണില്ല. അധ്യാപകന് വൈകാരികവും ബൗദ്ധികവുമായിട്ടുള്ള നടത്തി കഴിച്ചിരിക്കുകയാണ്. അവൻ കയറിക്കൊള്ളില്ല. നോർമൽ ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലാസ്സിൽ കയറുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഫണ്ടമെന്റൽ പ്രൊമൈസ്. അതാണ് എങ്ങനെയെങ്കിലും ക്ലാസ്സിൽ കയറ്റണം. അതാണ് നമ്മുടെ വീട്. അത് നിങ്ങൾക്കൊക്കെ അനുഭവിക്കുന്ന മുമ്പിലുള്ള ചോദ്യം, നിങ്ങളുടെ മുമ്പിലുള്ള ചാലഞ്ച് എന്ന് പറയുന്നത് ആ സ്വർഗരാജ്യത്തേക്ക് എൻ്റെ രാജ്യം ഉണരണമേ എന്ന് ത്യാഗോട് പ്രാർത്ഥിച്ചതുപോലെ ഒരു വിദ്യാഭ്യാസത്തിൻ്റെ ഒരു പുതിയ യുഗപ്രഭാതത്തിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെയും അധ്യാപകരെയും എങ്ങനെ നിരന്തരമായി അവരെ പ്രേരിപ്പിച്ച് ഈ അന്തരീക്ഷം മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കും. മാറ്റണ്ടേ? നമ്മുടെ ഈ മാറ്റങ്ങൾ നമ്മുടെ ക്യാമ്പസുകളിൽ എങ്ങനെ വരും? വിദ്യാർത്ഥി സംഘടനകളിൽ നിന്ന് വരുമോ? അധ്യാപക സംഘടനകളിൽ നിന്ന് വരുമോ? സർക്കാരിൽ നിന്ന് വരുമോ? UGC-യിൽ നിന്ന് വരുമോ? അതോ ഇനി ഈ പുതിയ പോളിസി ഉണ്ടാക്കാൻ പോകുന്ന 1900 സ്ഥാപനങ്ങളിൽ നിന്ന് വരുമോ? ഒരിടത്തുനിന്ന് വരികയില്ല. അവനവൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ മാനേജ്മെന്റുകൾ മുമ്പോട്ട് വരുന്നു. കുട്ടികളെയും അധ്യാപകരെയും രക്ഷിതാക്കളെയും നമ്മൾ നിരന്തരമായി ബോധവൽക്കരിച്ചുകൊണ്ട് this colossal waste of young human resources
that is happening in our campuses has to be stemmed. ഈ കേരളത്തിന് എന്തെങ്കിലും ഒരു ഉത്കർഷം ഭാവിയിൽ ഉണ്ടാകണമെങ്കിൽ നമുക്ക് അർഹതപ്പെട്ട ഒരു ഉത്കർഷം ഉണ്ടാവും. നമുക്ക് അവകാശപ്പെട്ടതും അർഹതപ്പെട്ടതുമായിട്ടുള്ള ഒരു ഇന്റലക്ച്വൽ എഫ്ലോറസൻസ് ഈ കേരളത്തിൽ ഉണ്ടാവണമെങ്കിൽ അതിന്റെ വിഭവം സമാഹരിക്കേണ്ടത് നമ്മുടെ ക്യാമ്പസുകളിൽ നിന്ന്. ആ ക്യാമ്പസുകളിൽ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്ലീഷൻ നടന്നുകൊണ്ടിരിക്കുന്നിടത്തോളം കാലം ഈ കേരളം എങ്ങനെയാണ് അതിന്റെ മഹിതമായിട്ടുള്ള ലക്ഷ്യത്തിലേക്ക് എത്തുന്നത് എന്ന് എനിക്ക് മനസ്സിലായില്ല. അതിന് വേറെ കുട്ടികൾ ഓടുകയാണ്, ഇവിടെ പഠിച്ചാൽ ശരിയാവും, ഞാൻ ന്യൂസിലൻഡിൽ പോയി പഠിച്ചിട്ട് വരട്ടെ എന്ന് പറയുന്നതാണോ കേരളത്തിന്റെ ഒരു പുതിയൊരു നവോത്ഥാനം തന്നെ പറയാം. കേരളത്തിന്റെ മറ്റൊരു നവോത്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള രാസത്വരകമാവേണ്ടത് അതാണ്. നേരെ മറിച്ച് നമ്മുടെ ഈ മിടുക്കികളുമായിട്ടുള്ള കുട്ടികൾ, ലോകത്തിലെ ഏതൊരു ജനങ്ങളോട് കിടപിടിക്കാനുള്ള ഭൗതിക വിഭവമുള്ള നമ്മുടെ മക്കളെ അവരുടെ പൂർണ്ണമായ അർത്ഥത്തിൽ വിളയിച്ചെടുക്കാൻ നമ്മുടെ ക്യാമ്പസുകൾക്ക് സാധിക്കണം. അങ്ങനെയുള്ള ഒരു പുതിയ വിദ്യാഭ്യാസത്തിന്റെ നവപ്രഭാതം ഉണ്ടാക്കിയെടുക്കണം ഈ കേരളത്തിൽ ഉണ്ടാക്കിയെടുക്കണം. മാത്രമല്ല, കേരളത്തിലെ കോളേജുകളിൽ പോയി എനിക്ക് പഠിക്കണം എന്ന് പറഞ്ഞിട്ട് ഡൽഹിയിൽ നിന്നും ബോംബെയിൽ നിന്നും കൽക്കട്ടയിൽ നിന്നും ആളുകൾ കേരളത്തിലേക്ക് വരുന്ന ഒരു സുവിശേഷം ഉണ്ടാകണം. അത്തരത്തിലുള്ള അന്തസ്സായ കോളേജുകൾ ഇപ്പോഴും കേരളത്തിൽ നടക്കുന്നുണ്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ കുറവാണെന്ന് മാത്രം. അങ്ങനെ ഒരു വലിയ വിദ്യാഭ്യാസ വിപ്ലവത്തിന് ഇവിടെ വിപ്ലവം ആരംഭിക്കേണ്ടതുണ്ട്. അത്തരത്തിലുള്ള ഒരു വിദ്യാഭ്യാസ നവോത്ഥാനത്തിൽ, വിദ്യാഭ്യാസ മുന്നേറ്റത്തിൽ അതിൽ നിന്ന് മാറി നിൽക്കാൻ എനിക്കോ നിങ്ങൾക്കോ അവകാശമില്ല എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, നിങ്ങൾ റിട്ടയർഡ് ആണെന്ന് പറയുന്നത് ഇറ്റ്സ് ഓൺലി ടെക്നിക്കൽ ടെർമിനോളജി. റിട്ടയർമെന്റ് എന്ന് പറയുന്നത് ടെക്നിക്കൽ ടെർമിനോളജി. അങ്ങോട്ട് വരുന്ന ശമ്പളം തരികയില്ല, പെൻഷൻ വീട്ടിലെത്തിക്കാം എന്നേ പറഞ്ഞിട്ടുള്ളൂ. അതിന്റെ അർത്ഥം വീട്ടിൽ ചടങ്ങ് കൂടിയിരിക്കണം ആരും പറയുന്നില്ലെന്ന് മാത്രമല്ല, ദിസ് ഇസ് ദ ടൈം ടു ചാലഞ്ച്, ദിസ് ഇസ് ദ ടൈം ടു റിയാക്ട്. കാരണം നമ്മളിപ്പോൾ ഒരു കോൺടാക്റ്റുകളും നമുക്ക് ബാധകമില്ല. അതാണ് റിട്ടയർമെന്റ് ഈസ് ഓൾസോ എൻ ഒക്കേഷൻ ഫോർ ഫ്രീഡം, ഫോർ സെലിബ്രേറ്റിംഗ് ഫ്രീഡം. ഒരു KSSR നമുക്ക് ബാധ്യത, മനസ്സിലായില്ല. അതുകൊണ്ട് ധൈര്യമായിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ട് കേരളത്തിന്റെ ക്യാമ്പസുകളിൽ ഒരു പുതിയ വിദ്യാഭ്യാസത്തിന്റെ പുതിയ പ്രഭാതം ഉണർത്താനുള്ള ഒരു വലിയ വെല്ലുവിളി ഏറ്റെടുക്കാൻ ഈ അസോസിയേഷന് സാധിക്കട്ടെ. അതിനുള്ള ഒരു വലിയ തുടക്കമാകട്ടെ ഇന്നത്തെ സമ്മേളനം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇപ്പോൾ തന്നെ അധികരിച്ചു പോയ എൻ്റെ വാക്കുകളെ വിരാമം ഇട്ടുകൊണ്ട് ഈ സംഘടനയ്ക്ക് കേരളത്തിന്റെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ ഒരു വലിയ സ്ഥാനം നിങ്ങൾക്ക് അവകാശപ്പെടാൻ അനന്തര ഭാവിയിൽ സാധിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഈ ഉത്സവം അല്ലെങ്കിൽ ആഘോഷ പരിപാടികൾ നിങ്ങളുടെ അനുവാദത്തോടുകൂടി, പ്രാർത്ഥനയോടുകൂടി, അനുഗ്രഹത്തോടുകൂടി ഉദ്ഘാടനം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. സംഘടനയുടെ വകയായി ഒരു ഉപഹാരം സമർപ്പിക്കുന്നു.